സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 23 മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പരിപാടി. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പ്രത്യേക റേഡിയോ പരിപാടിയായ നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അവതാരക ലക്ഷ്മി. എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ബഹുമാന്യരായ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി സമർപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയുമായി ഞങ്ങൾ എത്തുന്നു. ഇന്നും എന്നത്തെയും പോലെ എന്റെ പ്രിയപ്പെട്ട ഭരത് മുത്തച്ഛനോടൊപ്പം നമ്മുടെ പരിപാടിയുടെ അഭിമാന താരത്തിനൊപ്പം നമുക്ക് ചേരാം. അദ്ദേഹം ജീവിതാനുഭവങ്ങളുടെ ഒരു സംഭരണിയാണ്, ജ്ഞാനത്തിന്റെ ഉറവയാണ്, ജീവിതത്തിന്റെ യഥാർത്ഥ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാണ്. എന്റെ സ്വന്തം ഭരത് മുത്തച്ഛ, വരൂ, നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യാം. ലക്ഷ്മി, നിങ്ങൾ എന്നെ വളരെയധികം പ്രശംസിച്ചു. എന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും യുവ സുഹൃത്തുക്കൾക്കും മറ്റ് മുതിർന്ന പൗരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ പരിപാടി ഒരു റേഡിയോ പരിപാടി മാത്രമല്ല. മുതിർന്ന പൗരന്മാരായിരിക്കുക എന്നുള്ളത് ഭാരമല്ല, മറിച്ച് അമൂല്യമായ നിധിയാണ് എന്ന് ഏവരെയും മനസ്സിലാക്കാനുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടിയാണ്. നാം വഹിക്കുന്ന വർഷങ്ങളുടെ അറിവുകൾ, നമ്മുടെ കഥകൾ, നമ്മുടെ ഓർമ്മകൾ, ഇവയാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്തിനെ വിലമതിക്കാനും സംരക്ഷിക്കാനും കൈമാറാനും ഒക്കെയാണ് ഈ പരിപാടി നിലകൊള്ളുന്നത്. തീർച്ചയായും മുത്തച്ഛ, ഈ മനോഹരമായ ചിന്തയോടെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ജീവിതം കൂടുതൽ മികച്ചതാക്കാൻ ലക്ഷ്യമിടുന്ന ഒന്ന്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്, IPSRC എന്നാണ് ഇതിന്റെ പേര്. ഇപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം ഇത് കൃത്യമായി എന്താണ് എന്നതിനെ കുറിച്ച്. ലക്ഷ്മി, ഈ പേര് കേട്ടാൽ അതൊരു പുതിയ വിഭവം എന്ന പോലെ തോന്നിപ്പിക്കുന്നു, അല്ലേ? പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു അത്യന്തം മനോഹരമായ പ്രസ്ഥാനമാണ്. നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവർക്ക് ആദരവും വേണ്ട സൗകര്യങ്ങളും കിട്ടുന്ന ഒന്ന്. പൂർണ്ണമായും മുത്തച്ഛ, മുതിർന്നവരുടെ ആവശ്യങ്ങൾക്കും പരിചരണത്തിനും വേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതിന്റെ ഫലപ്രാപ്തിക്കായി ഭരണാധികാരികൾ തുടങ്ങിവെച്ച പുതിയ പദ്ധതി. മുതിർന്നവരായ ആളുകൾക്ക് ലഭ്യമാക്കേണ്ട കാര്യങ്ങളെ ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാനും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഉല്ലാസത്തിനും അനുയോജ്യമായ പദ്ധതിയായിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി, അതുമാത്രമല്ല, ഈ സ്കീം മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുകയും അതിലൂടെ അവർക്ക് ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായ ജീവിതം നയിക്കാനാകും. അത് സർക്കാർ തിരിച്ചറിഞ്ഞു. മുതിർന്ന പൗരന്മാർ ബഹുമാനം മാത്രമല്ല, ശരിയായ സൗകര്യങ്ങളും അർഹിക്കുന്നു. അങ്ങനെയാണ് ഈ സംരംഭം സൃഷ്ടിക്കപ്പെട്ടത്. മുത്തച്ഛ, അതിനാൽ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പദ്ധതിയെ കുറിച്ച് നാം വിശദമായി മനസ്സിലാക്കുകയും അതെങ്ങനെ നമ്മുടെ മുതിർന്നവരുടെ ജീവിതം എളുപ്പമാക്കുന്നു എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിനാൽ ഞങ്ങൾക്കൊപ്പം ആയിരിക്കുക. വളരെ വിശേഷമായ ഉള്ളടക്കം ദാ വരുന്നു. വയോധികയെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവായി, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം, സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും.
നോക്കാം സ്നേഹിക്കാം ആദരവാൽ നിറയും ചുളി വെള്ളം നെഞ്ചിലെത്തി കൈപിടിച്ചിടാം സഹായിച്ചിടാം വയോധികർ നാടിൻ അഭിമാനമല്ലോ. ലക്ഷ്മി, ഇന്നാണ് ഞാൻ നിങ്ങൾക്കായി ഒരു ഹൃദയസ്പർശിയായ കഥ അവതരിപ്പിക്കുന്നത്. ഇത് ഒരു മുതിർന്ന പൗരന്റെ കഥയാണ്. രാംനാഥ്ജിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഒരു കാലത്ത് വളരെയധികം ഏകാന്തതയും ദുഃഖവും അദ്ദേഹം ആഴത്തിൽ അനുഭവിച്ചിരുന്നു. എന്നാൽ ഒരു അത്ഭുതകരമായ വസ്തുത അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ആ ഗവൺമെന്റ് പദ്ധതിക്ക് നൽകിയ പേരാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്, IPSRC. മുത്തച്ഛ, ഈ പദ്ധതിയെ കുറിച്ച് കേൾക്കുന്നതിന് ഞാൻ അത്ഭുതത്തോടെ കാണുന്നു. ഈ പദ്ധതിയിലൂടെ രാംനാഥ്ജിയുടെ ജീവിതം എങ്ങനെ മാറിയെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഉടൻ തന്നെ പറഞ്ഞാലും. രാംനാഥ്ജി 72 വയസ്സായ ഒരു മുതിർന്ന പൗരനാണ്. തന്റെ യൗവനത്തിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. അവരെ വലിയ ഉയരങ്ങളിലെത്താൻ ആത്മാർത്ഥമായി പ്രയത്നിച്ചു. എന്നാൽ കാലം കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ താറുമാറായി. അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ, അദ്ദേഹത്തിന്റെ നിഴൽ, അദ്ദേഹത്തിന്റെ എല്ലാമായവൾ മരണപ്പെട്ടു. അതോടെ തന്റെ ഒരു ഭാഗം തളർന്നു പോയതുപോലെയായി. ജീവിതം നിശ്ചലമായി. പ്രണയം, ചിരി നിറഞ്ഞ സംഭാഷണങ്ങൾ എല്ലാം ആ വീട്ടിലില്ലാതെയായി. എങ്ങും ശൂന്യത അനുഭവപ്പെട്ടു. തന്റെ ആയുസിന്റെ ഏറിയ ഭാഗവും മക്കൾക്കായി കഷ്ടപ്പെട്ടു. മക്കളാകട്ടെ വിദേശത്ത് ജോലിയുടെ ഭാഗമായി നിൽക്കുന്നു. വീഡിയോ കോളുകളിലൂടെയും വിശേഷാവസരങ്ങളിലെ സമ്മാനങ്ങളായി മാത്രമേ മക്കളിൽ നിന്നും ലഭിക്കേണ്ട യഥാർത്ഥ സ്നേഹം അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തിന് ആകുന്നുള്ളൂ. മക്കളുമായി ഒന്നിച്ചു നിന്ന് ലഭിക്കേണ്ട കരുതലും സ്നേഹവും അതിൻ്റെ ഊഷ്മളതയും ഒന്നും തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കാനാകാതെ പോയി. അതിരാവിലെ ചൂടോടെ കുടിച്ചിരുന്ന ചായ രുചിയില്ലാതെയായി. പ്രഭാത ഭക്ഷണത്തിന് സംസാരത്തിനുമായി അണിനിരന്നിരുന്ന മേശ മൂകമായി. ആകെ അവശേഷിക്കുന്നതാവട്ടെ പത്രത്താളുകൾ മറിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴങ്ങുന്ന ശബ്ദം മാത്രം. അപ്പോഴേക്കും ഏകാന്തതയും ഒറ്റപ്പെട്ടവന്റെ വേദനയും കാഠിന്യവും അദ്ദേഹത്തിന്റെ ഹൃദയ കാഠിന്യം വർദ്ധിപ്പിച്ചു. അങ്ങനെയല്ലേ ലക്ഷ്മി? മുത്തച്ഛ, മുതിർന്നവർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ കാഠിന്യം ഒറ്റപ്പെടലും മറ്റു മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്നു. കാലാന്തരത്തിൽ ഒറ്റപ്പെടൽ അദ്ദേഹത്തിന്റെ ജീവിത ഭാഗമായി മാറിയിരിക്കുന്നു. ഒരേ ദിനചര്യ. രാവിലെ ഉണർന്ന് അമ്പല ദർശനം നടത്തി ചെറിയൊരു നടത്തവും കഴിഞ്ഞ് TV കണ്ടുകൊണ്ടേയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും വിരസതയുടെ അതിപ്രസരം അദ്ദേഹത്തെ വല്ലാതെ തളർത്തും. ഇടയ്ക്കെപ്പോഴോ ഉണ്ടായിരുന്ന സന്തോഷവും നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു അത്ഭുതം സംഭവിച്ചു. രാംനാഥ്ജിയുടെ അയൽക്കാരനായ ശർമാജി അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ കാണാനായി അങ്ങനെ ശർമാജി ഒരു ദിവസം എത്തുകയായി. ശർമാജി മുഖാന്തരമാണ് ഗവൺമെന്റിന്റെ ഈ പദ്ധതി IPSRC, മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പ്രോഗ്രാം. ഒറ്റപ്പെടലുകളാൽ ഏകാന്ത സാഹചര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വയോജനങ്ങളുടെ ഉത്തമ മാറ്റത്തിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി. ഈ പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർ ഇതേ സാഹചര്യത്തിൽ ജീവിക്കുകയും അവരുമായി ജീവിക്കുന്ന ആളുകളെ പരിചയപ്പെടാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുന്നു. അതുവഴി നല്ല ഒരു സാഹചര്യം രൂപപ്പെടുന്നു. ആദ്യം രാംനാഥ്ജി അത് പൂർണ്ണമായി നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ എന്തു ചെയ്യാനാകും? ഇപ്പോൾ എനിക്ക് നാമജപത്തിന് മാത്രമുള്ള സമയമാണ്. എന്നാൽ ശർമാജി മറുപടി പറഞ്ഞു, തീർച്ചയായും ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നു. എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ നാം ശ്രമിക്കണം. കുറഞ്ഞത് ശ്രമിച്ചു നോക്കുകയെങ്കിലും. ഏറെ നേരത്തെ നിർബന്ധത്തിന് വഴങ്ങി രാംനാഥ്ജി സമ്മതിച്ചു. ശരി, ഒരിക്കൽ മാത്രം കണ്ടാൽ എന്തു ദോഷം? അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം അദ്ദേഹം ശർമാജിയുമായി സീനിയർ ഡേ കെയർ സെന്ററിലേക്ക് പോയി. ഇപ്പോൾ ലക്ഷ്മി, അവിടെ സംഭവിച്ചത് ഒരു സിനിമയിൽ നിന്ന് നേരിട്ട് കാണുന്ന ദൃശ്യം പോലെയുള്ള സുന്ദര നിമിഷങ്ങളാണ്. ആശ്ചര്യം. മുത്തച്ഛ, പറയൂ. എന്നിട്ട്? രാംനാഥ്ജി നടുത്തളത്തിൽ കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ഒന്ന് തരിച്ചു.
അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും അവിടെ രൂപപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ചിലർ ചീട്ട് കളിക്കുന്നു, മറ്റുള്ളവർ സംഗീതം കേൾപ്പിക്കുന്നു, ചിലർ യോഗ പരിശീലിക്കുന്നു. പ്രായമായവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നു അവിടെ. അവിടെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറി, ആളുകൾ പെയിന്റിംഗ് ചെയ്യുന്ന ഒരു കലാവിഭാഗം, ഒരാൾ ഹാർമോണിയം വായിക്കുമ്പോൾ മറ്റൊരാൾ പാട്ടുപാടുന്ന സംഗീതമുറി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് രാംനാഥ് ജിക്ക് വിശ്വസിക്കാനായില്ല. പതിയെ പതിയെ അദ്ദേഹം പരിസ്ഥിതിയിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹം നിശബ്ദമായിരുന്നു, മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും പിന്നീട് പതിവായി അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. അദ്ദേഹം ദിവസവും കേന്ദ്രം സന്ദർശിക്കാൻ തുടങ്ങി. അദ്ദേഹം പതിയെ സുഹൃത്തുക്കളെ ഉണ്ടാക്കി, ചിരിയും തമാശകളും പങ്കുവച്ചു. ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം അനുഭവിച്ചു. രാംനാഥ് ജിക്ക് എപ്പോഴും പാടാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ലക്ഷ്മി? ആ മുത്തച്ഛ. പക്ഷെ വർഷങ്ങളായി അദ്ദേഹം പാടുന്നത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം സെന്ററിലെ സംഘാടകർ അദ്ദേഹത്തോട് പാടാൻ അഭ്യർത്ഥിച്ചു. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് പഴയ ശീലം പുനർജീവിപ്പിച്ചു. ഓ ലക്ഷ്മി, എന്തൊരു പ്രകടനമായിരുന്നു അത്! അദ്ദേഹം പാടി തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രായമായവരെല്ലാം ആവേശത്തോടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അന്നു മുതൽ രാംനാഥ് ജി കേന്ദ്രത്തിലെ സംഗീത ക്ലാസിന്റെ ഭാഗമായി പാടുകയും ചിലപ്പോൾ കവിത ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അവന്റെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ ഉന്മേഷം നിറഞ്ഞതായിരിക്കുന്നു. അയ്യോ മുത്തച്ഛ, ഇത് ശരിക്കും ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഒരിക്കൽ ഏകാന്തതയിൽ കഴിയുകയായിരുന്ന രാംനാഥ് ജി പുതിയൊരു കുടുംബത്തെ കണ്ടെത്തി. IPSRC സ്കീം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായും ലക്ഷ്മി, ഈ പദ്ധതി രാംനാഥ് ജിയുടെ ജീവിതം മാറ്റിമറിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് വയോജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുകയും ചെയ്തു. അത് അവർക്ക് പുതിയ പ്രതീക്ഷയും പുത്തൻ ഉത്സാഹവും ജീവിക്കാനുള്ള ഒരു പുതിയ കാരണവും നൽകി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് IPSRCയുടെ മാജിക്. ഇത് വെറും ഒരു സർക്കാർ പദ്ധതി മാത്രമല്ല, നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു പുതിയ കുടുംബം,
മുത്തച്ഛ, അറിവ് വികസിക്കുന്നത് നമ്മെ ജ്ഞാനികളാക്കുമെന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളിൽ നിന്ന് IPSRC സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പദ്ധതി? നമ്മുടെ പ്രായമായവർക്ക് ഇത് എന്ത് സൗകര്യങ്ങളാണ് നൽകുന്നത്? തീർച്ചയായും എന്റെ പ്രിയ ലക്ഷ്മി, നിന്റെ ഈ ജിജ്ഞാസ കാണുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാരെ സ്വയം പര്യാപ്തരും സന്തുഷ്ടരുമാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച ഒരു പ്രത്യേക സംരംഭമാണ് IPSRC പദ്ധതി. സ്കൂളുകളും കളിസ്ഥലങ്ങളും കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നതുപോലെ നമ്മുടെ മുതിർന്നവർക്കും സുരക്ഷിതത്വം അനുഭവിക്കാനും ആരോഗ്യത്തോടെ തുടരാനും സാമൂഹ്യമായി സജീവമായിരിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷവും ആവശ്യമാണ്. അതിനാണ് ഈ പദ്ധതി. ഇപ്പോൾ സങ്കല്പിക്കുക, മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും അവരുടെ ഇഷ്ടാനുസരണം സുഹൃത്തുക്കളെ കണ്ടെത്താനും സമയം ചെലവഴിക്കാനും ശരിയായ ആരോഗ്യ പരിചരണം സ്വീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്നുണ്ടെങ്കിൽ അത് അതിശയകരമായ ഒരു കാര്യം തന്നെ അല്ലേ? അത് അത്ഭുതകരമായിരിക്കും. എന്നാൽ മുത്തച്ഛ, ഈ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് നൽകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. നോക്കൂ ലക്ഷ്മി, IPSRC സ്കീം നമ്മുടെ പ്രായമായവരുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിരവധി സുപ്രധാന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവ ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. 1. സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്ററുകൾ. ഈ കേന്ദ്രങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് അവരുടെ ദിവസം സന്തോഷത്തോടെ ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്കുള്ള ഒരു പ്ലേ സ്കൂൾ പോലെയാണ്. എന്നാൽ കളിക്കുന്നതിന് പകരം ചിരി, ധ്യാനം, യോഗ, പുസ്തകങ്ങൾ വായിക്കൽ എന്നിവ കൊണ്ട് മുതിർന്നവർക്ക് വിവിധ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാം. സംഗീത നൃത്ത പരിശീലനശാലകൾ, കഥയും കവിതയും എഴുതാനുള്ള സെഷനുകൾ, ബോർഡ് ഗെയിമുകൾ കളിക്കാനുള്ള അവസരങ്ങൾ, പൂന്തോട്ട പരിപാലനവും പെയിന്റിങ്ങിനുമുള്ള അവസരങ്ങൾ, ഫിറ്റ്നസ് നിലനിർത്താൻ ലൈറ്റ് യോഗയും വ്യായാമ സെഷനുകളും, അങ്ങനെ പലതും. ഇപ്പോൾ പറയൂ, അത് രസകരമല്ലേ ലക്ഷ്മി? തീർച്ചയായും. നിങ്ങൾക്കും അവിടെ പോകാൻ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു മുത്തച്ഛ. അതെ അതെ ലക്ഷ്മി. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം കളിക്കുന്നു, ഉല്ലസിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ശരി, കൂടുതൽ ശ്രദ്ധിക്കൂ. 2. ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ. പ്രായമായവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ സ്കീമിൽ നിരവധി ആരോഗ്യ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നു. പതിവ് ആരോഗ്യ നിരീക്ഷണം ഉറപ്പാക്കാൻ സൗജന്യ മെഡിക്കൽ പരിശോധനകളും ഇതിലുണ്ട്. ടെലിമെഡിസിൻ സേവനങ്ങൾ, വീഡിയോ കോളുകൾ വഴി ഡോക്ടർമാരെ സമീപിക്കാൻ മുതിർന്നവരെ അനുവദിക്കുകയും ചെയ്യുന്നു. ആശുപത്രികൾ സന്ദർശിക്കാൻ കഴിയാത്ത പ്രായമായ വ്യക്തികളിലേക്ക് എത്തുന്ന മൊബൈൽ ഹെൽത്ത് വാനുകളും ഇതിലുണ്ട്. സൗജന്യ മരുന്നുകളും അവശ്യ മെഡിക്കൽ ഉപകരണങ്ങളുമായി സഹായവും വേറെ. ഈ സ്കീം പ്രായമായവരുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ പോലും പരിപാലിക്കുന്നു. അതെ, അവരുടെ മാനസിക സുഖവും ഇതിൽ ഉൾപ്പെടുത്തുന്നു. 3. ഇനം മാനസികവും സാമൂഹികവുമായ പിന്തുണ. ഇപ്പോൾ ഒന്ന് നോക്കാം. ശാരീരിക ആരോഗ്യം മാത്രമല്ല പ്രധാനം, മുതിർന്നവർക്ക് മാനസിക ക്ഷേമം ഒരുപോലെ പ്രധാനമാണ്. ഏകാന്തതയും വിഷാദ പ്രശ്നങ്ങളും പ്രധാന വെല്ലുവിളികളാണ്. ഇത് പരിഹരിക്കുന്നതിന് പദ്ധതിയിൽ പ്രത്യേക സംരംഭങ്ങൾ ഉൾപ്പെടുത്തുന്നു. അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കുന്നതിനായി ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതിനുമായുമുള്ള കൗൺസിലിംഗ് സേവനങ്ങളും ഇതിലുണ്ട്. സമപ്രായക്കാരെ കണ്ടുമുട്ടാനും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും കഴിയുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ഇതിലുണ്ട്. അവരുടെ ആശയങ്ങൾ തുറന്നു പറയാൻ അവരെ സഹായിക്കുന്നതിനുള്ള മാനസിക പിന്തുണയും ലഭിക്കുന്നു. ഇത്രയും സൗകര്യങ്ങളോ? മുത്തച്ഛന് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ തുടരുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൻ ആധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം ആദരവാൽ നരയും ചുടിവെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിരാം സഹായിച്ചിരാം വയോധികർ നാടിൻ അഭിമാനമല്ലോ.
നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലൂടെ മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നു. സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്റർ, ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ, മാനസികവും സാമൂഹികവുമായ പിന്തുണ എന്നിവയെക്കുറിച്ച് മുത്തച്ഛൻ ഇതിനോടകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ നേട്ടങ്ങളെ കുറിച്ച് പറയാം. 4. സാമ്പത്തിക സഹായം. പ്രായമായ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ സ്കീമിലൂടെ ഇവർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കുന്നു. കൂടാതെ സ്വയം പര്യാപ്തത നിലനിർത്താൻ അവരെ സഹായിക്കുന്നത് പെൻഷൻ പദ്ധതികൾ, അവരുടെ സ്വത്തും അവകാശങ്ങളും സുരക്ഷിതമാക്കുന്നതിനുള്ള നിയമോപദേശം, ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സഹായം. 5. നൈപുണ്യ വികസന പരിപാടി. മുതിർന്ന പൗരന്മാർ എന്തുകൊണ്ട് പുതിയ കഴിവുകൾ പഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മുതിർന്നയാൾ എപ്പോഴും കവിത എഴുതാനോ പുതിയ കരകൗശല വിദ്യ പഠിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു മികച്ച അവസരമാണ്. ഇവിടെ കമ്പ്യൂട്ടറുകളും സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറിയും സംഗീതവും മറ്റ് പുതിയ കഴിവുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഓൺലൈനായി പഠിക്കാനും അവരുടെ കലയോ അറിവോ പുറം ലോകവുമായി പങ്കിടാനും കഴിയുന്നു. 6. എൽഡർ ഹെൽപ്പ് ലൈൻ 14567. ഇപ്പോൾ ഈ സൗകര്യം ഒരു സൂപ്പർ ഹീറോ പോലെയാണ്. മുതിർന്ന പൗരന്മാർക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിയമപരവും വൈകാരികവുമായ പിന്തുണ ലഭിക്കുന്ന ഒരു പ്രത്യേക ഹെൽപ്പ് ലൈൻ ആണിത്. അവരുടെ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഹാരങ്ങൾ നൽകും. അവർ വഞ്ചനയോ മറ്റെന്തെങ്കിലും പ്രശ്നമോ നേരിടുകയെങ്കിൽ അവർക്ക് നിയമസഹായവും നൽകും. ഈ ഹെൽപ്പ് ലൈൻ 24/7 ലഭ്യമാണ്. ഇത് പ്രായമായവർ ഒരിക്കലും തനിച്ചല്ല എന്നുറപ്പാക്കും. മുത്തച്ഛ, ഇതൊരു അത്ഭുതകരമായ പദ്ധതിയാണ്. ഇത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുക മാത്രമല്ല, അവരെ മാനസികമായി ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും. പ്രായമാവുമ്പോൾ നമുക്കും ഇങ്ങനെ ഒരു പദ്ധതി വരുമോ? തീർച്ചയായും ലക്ഷ്മി. നിങ്ങൾ വളരുമ്പോൾ ഇതിലും മികച്ച സ്കീമുകൾ അവതരിപ്പിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കുകയും ഈ പദ്ധതിയെക്കുറിച്ച് കഴിയുന്നത്ര ആളുകളിലേക്ക് അവബോധം നൽകുകയും വേണം. അതെ മുത്തച്ഛ, എന്റെ സുഹൃത്തുക്കളോടും ഞാൻ ഇതിനെക്കുറിച്ച് പറയും. അതിനാൽ അവർക്കും അവരുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പരിപാലിക്കാൻ കഴിയും. നന്നായി ലക്ഷ്മി. ഇതാണ് മൂല്യങ്ങളുടെ യഥാർത്ഥ സത്ത. ഇപ്പോൾ വരൂ, നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. എന്നിട്ട് കൂടുതൽ രസകരമായ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. മുത്തച്ഛ, ഇന്നെന്റെ മനസ്സിൽ ഞങ്ങളുടെ ശ്രോതാക്കളുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന 2 കഥകളുണ്ട്. വ്യത്യസ്ത വെല്ലുവിളികളുമായി മല്ലിടുന്ന പ്രായമായവരുടെ കഥകളാണിത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ IPSRC സ്കീം സഹായിച്ചു. ഞാനെങ്കിൽ ആ കഥകൾ പറയട്ടെ? തീർച്ചയായും ലക്ഷ്മി. അവ കേൾക്കാൻ ഞാൻ വളരെ ആകാംക്ഷയിലാണ്. എന്നോട് പറയൂ, ആദ്യത്തെ കഥ ഏതാണ്? ആദ്യ കഥ സുനിത ദേവിജിയെ കുറിച്ചാണ്. 68 വയസ്സുള്ള അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവർ പൂർണ്ണമായും തനിച്ചായ ഒരു സമയം അവരുടെ ജീവിതത്തിൽ വന്നു. അവരുടെ ഭർത്താവ് മരിച്ചു. സ്വന്തം മക്കൾ അവരുടെ ജീവിതവുമായി തിരക്കിലായിരുന്നു. ചിലർ തങ്ങളുടെ ജോലികളിൽ മുഴുകി, മറ്റു ചിലർ മക്കളെ വളർത്തുന്നതിൽ മുഴുകി. തൽഫലമായി സുനിതാജി ഒരു ദിവസം മുഴുവൻ വീട്ടിൽ തനിച്ചായി. 4 ചുവരുകൾക്കുള്ളിൽ സമയം ചെലവഴിക്കാൻ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. സംസാരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ചിരിയില്ല, ചിന്തകൾ പങ്കുവെക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പതിയെ പതിയെ അവർക്ക് തളർച്ച തോന്നി തുടങ്ങി. ഒരു കാലത്ത് ചടുലവും പ്രസന്നവതിയുമായ അവർ ഇപ്പോൾ നിശബ്ദമായി. ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നിടത്ത് ഇപ്പോൾ ഒന്നും അവരെ സന്തോഷിപ്പിക്കുന്നതായി തോന്നുന്നില്ല. TV കാണുന്നത് പോലും വിരസത അനുഭവപ്പെട്ടു തുടങ്ങി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. അവർക്ക് അഗാധമായ ഏകാന്തത അനുഭവപ്പെട്ടു. ഈ ഏകാന്തത അവരെ ഉള്ളിൽ നിന്ന് തിന്നു തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവരുടെ അയൽക്കാരൻ IPSRC സ്കീമിന് കീഴിൽ സ്ഥാപിച്ച സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്ററിനെ കുറിച്ച് അവരോട് പറഞ്ഞു. ഇപ്പോൾ പ്രായമായ ഒരു സ്ത്രീക്ക് അവരുടെ പ്രായത്തിലുള്ള ആളുകൾ ഒത്തുകൂടാൻ കഴിയുന്ന ഒരു കേന്ദ്രമുണ്ടെന്നും അവിടെ അവർക്ക് ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ലെന്നും കേൾക്കുന്നത് എത്ര ആശ്ചര്യകരവും അവിശ്വസനീയവുമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും. ആദ്യം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചിന്തിച്ചു, പ്രായമായവരെ ഇത്രയും നന്നായി പരിപാലിക്കുന്ന അത്തരമൊരു കേന്ദ്രം ഉണ്ടാകുമോ? ഇതെന്തെങ്കിലും സ്വപ്നമാണോ? പക്ഷേ അവരുടെ അയൽക്കാരി നിർബന്ധിച്ചു. അയ്യോ സുനിതാജി, ഒരിക്കൽ വന്ന് കണ്ടാൽ മതി. ഇഷ്ടമല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തിരിച്ചു പോകാം. അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? അവർ പോകാൻ തീരുമാനിച്ചു ലക്ഷ്മി. അതെ, സർവ്വധൈര്യവും സംഭരിച്ച് അവർ നടുവിലേക്ക് പോയി. അവർ അകത്തേക്ക് കയറിയ നിമിഷം അവരുടെ ലോകം ആകെ മാറി. ചുറ്റും അവരുടെ പ്രായത്തിലുള്ള ആളുകളായിരുന്നു. ചിലർ ചാറ്റ് ചെയ്യുകയും ചിരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ ലുഡോ കളിക്കുകയായിരുന്നു. ചിലർ ക്യാരംസ് കളിയിൽ പൊട്ടിച്ചിരിച്ചു. മറ്റുള്ളവർ യോഗ ക്ലാസ്സിൽ ആരോഗ്യം മെച്ചപ്പെടുത്തി. സംഗീത ക്ലാസ്സിൽ നിന്ന് ഹാർമോണിയത്തിന്റെ ശ്രുതിമധുരമായ ഈണങ്ങൾ പ്രതിധ്വനിച്ചു. ചായക്കപ്പിൽ പഴയ സിനിമാ ഗാനങ്ങൾ ആലപിച്ചു.
അവർ എല്ലാ ദിവസവും അവിടെ പോകാൻ തുടങ്ങി. പതുക്കെ അവർ സുഹൃത്തുക്കളായി. ആ സുഹൃത്തുക്കൾ അവരുടെ കുടുംബമായി. ഇപ്പോൾ അവരുടെ ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നു. കാരണം കേന്ദ്രത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ സന്തോഷം നൽകി. അവർ വീണ്ടും പുഞ്ചിരിച്ചു. ഒരു കാരണം കണ്ടെത്തി. ഏറ്റവും പ്രധാനമായി അവർ ഇനി തനിച്ചായിരുന്നില്ല എന്ന കാരണം. കൊള്ളാം ലക്ഷ്മി, അത് ശരിക്കും ഒരു ഹൃദയസ്പർശിയായ കഥയായിരുന്നു. IPSRC എന്നത് നമ്മുടെ പ്രായമായവർക്ക് ഒരു അനുഗ്രഹത്തിൽ കുറവല്ല. ഇനി പറയൂ, എന്താണ് രണ്ടാമത്തെ കഥ? രണ്ടാമത്തെ കഥ രാജേശ്വർ ബാബുവിനെ കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, പ്രായമായവരുടെ പ്രശ്നങ്ങൾ ഏകാന്തതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്നു. അവർക്ക് ശരിയായ സമയത്ത് സഹായം ലഭിക്കുന്നില്ല. 75-കാരനായ രാജേശ്വർ ബാബു വിരമിച്ച സർക്കാർ ജീവനക്കാരനാണ്. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഇപ്പോൾ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ പെൻഷൻ കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം. ഒരു നിശ്ചിത പ്രായത്തിൽ ഓരോ ചെറുകാര്യത്തിനും ഓഫീസുകളിൽ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. രാജേശ്വർ ബാബുവിന് എല്ലാ മാസവും ബാങ്ക് സന്ദർശിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പല ബാങ്ക് ജീവനക്കാർ അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. ചിലപ്പോൾ അവർ പറയും, സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ചു ദിവസത്തിനുള്ളിൽ തിരികെ വരൂ. പാവം രാജേശ്വർ ബാബു ആകെ നിരാശനായി. ഈ പെൻഷനെ ആശ്രയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. പണം കൃത്യസമയത്ത് ലഭിക്കാതെ വന്നപ്പോൾ ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ആരോ അദ്ദേഹത്തോട് IPSRC ഹെൽപ്പ് ലൈൻ 1456 കുറിച്ച് പറഞ്ഞു. ഉടൻ തന്നെ അയാൾ അവിടെ വിളിച്ച് തന്റെ പ്രശ്നം വിശദീകരിച്ചു. ഹെൽപ്പ് ലൈൻ ജീവനക്കാർ അദ്ദേഹത്തിന് ശരിയായ വിവരങ്ങൾ നൽകുക മാത്രമല്ല, സർക്കാർ വകുപ്പിൽ പരാതി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി മുതൽ ബാങ്കിൽ പോകേണ്ടതില്ലെന്ന് അവർ രാജേശ്വർ ബാബുവിനെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പെൻഷൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അയാൾക്ക് എല്ലാ മാസവും കൃത്യസമയത്ത് പെൻഷൻ ലഭിക്കുന്നു. കൂടാതെ IPSRC സ്കീമിന് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ലക്ഷ്മി, IPSRC വെറും ഒരു പദ്ധതിയല്ല, അത് നമ്മുടെ മുതിർന്നവർക്ക് ഒരു സംരക്ഷണ കവചമാണ്. അത് ഏകാന്തതയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും പ്രശ്നമോ ആകട്ടെ, ഈ സ്കീം എല്ലാ തലത്തിലും മുതിർന്ന പൗരന്മാരെ, വയോജനങ്ങളെ സഹായിക്കുന്നു. തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രായമായവരെയും ഈ പദ്ധതിയെ കുറിച്ച് അറിയിക്കേണ്ടത്. അതിലൂടെ അവർക്കും ഇതിൽ നിന്ന് പ്രയോജനം നേടാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയും. IPSRCയുടെ ലക്ഷ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് മാന്യവും സന്തോഷപ്രദവുമായ ജീവിതം പ്രദാനം ചെയ്യുക എന്നതാണ്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ള പ്രായമായവർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പകരുകയും അവരുടെ ജീവിതത്തിലേക്ക് ഈ പദ്ധതിയെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകാം. നന്നായി പറഞ്ഞു ലക്ഷ്മി. അതിനാൽ സുഹൃത്തുക്കളോ, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽപക്കത്തോ നിങ്ങളുടെ പരിചയക്കാർക്കിടയിലോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ അവരോട് IPSRC ഹെൽപ്പ് ലൈൻ 14567 കുറിച്ച് പറയുക. അതെ, അവർ ഏകാന്തതയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ IPSRC സീനിയർ സിറ്റിസൺ സെന്റർ സന്ദർശിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഇന്നത്തെ പരിപാടി ശരിക്കും വളരെ സ്പെഷ്യൽ ആയിരുന്നു. സുനിതാ ദേവിജിയുടെയും രാജേശ്വർ ബാബുവിന്റെയും കഥകളിലൂടെ IPSRC സ്കീം അവരുടെ ജീവിതത്തിൽ എങ്ങനെ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഏകാന്തതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമൂഹികമായ ഒറ്റപ്പെടലും നമ്മുടെ പ്രായമായവരെ വലയം ചെയ്യുമ്പോൾ IPSRC അവർക്ക് പ്രതീക്ഷയുടെ കിരണമായി ഉയർന്നു വരുന്നു. ശരിയായ മാർഗനിർദ്ദേശവും വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു വെല്ലുവിളിയും മറികടക്കാൻ കഴിയാത്തത്ര വലുതല്ലെന്ന് വയോജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ് ലക്ഷ്മി, നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അടിത്തറ നമ്മുടെ മുതിർന്നവരാണ് എന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ കുടുംബത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, അവരാണ് അതിന്റെ വേരുകൾ. അവരുടെ കഠിനാധ്വാനവും അനുഭവ സമ്പത്തും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന് സ്ഥിരത കൈവരുത്തുന്നു. അതുകൊണ്ട് അവരെ പരിപാലിക്കുന്നത് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ കടമയും പദവിയും കൂടിയാണെന്ന് നാം എപ്പോഴും ഓർക്കണം. നാം അവരെ എത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അത്രത്തോളം സ്വന്തം ജീവിതം അർത്ഥപൂർണമാകുകയും ചെയ്യുന്നു. ശരി മുത്തച്ഛ, ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന പ്രായമായവർ ദയവായി പ്രതീക്ഷ കൈവിടരുത്. IPSRC പോലുള്ള പദ്ധതികൾ സൗകര്യങ്ങൾ നൽകുന്നതിന് മാത്രമല്ല, നിങ്ങൾ തനിച്ചല്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അവ നിലവിലുണ്ട്. ഈ സമൂഹം, ഈ രാഷ്ട്രം നിങ്ങളുടെ കുടുംബമാണ്. നമ്മുടെ മുതിർന്നവരെ നാം എത്രത്തോളം ആശ്ലേഷിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ സമൂഹം ശക്തവും മികച്ചതുമായി തീരും. പ്രിയമുള്ളവരെ, വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.
വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കേട്ടുമുട്ടാം. നന്ദി. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 23 മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പരിപാടി.